ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇപ്പോൾ നേതാക്കന്മാരെ കാണുന്ന തിരക്കിലാണ്. വടക്കൻ കേരളത്തിലെ പ്രമുഖ നേതാക്കളെയാണ് മന്ത്രി കാണുന്നത്. ഈ കൂടിക്കാഴ്ച CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. കാരണം സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുന്നത് ബി.ജെ.പി. നേതാക്കളുമായിട്ടല്ല, മറിച്ച് CPM, LDF നേതാക്കളുമായാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മുൻ MLA-യും CPM നേതാവുമായ തോട്ടത്തിൽ രവീന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ ചർച്ചയായിരിക്കുകയാണ്. വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ കാര്യമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് CPM നേതാവ്. ഇതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട്. CPM മുൻ നേതാവ് വെള്ളപ്പാലത്ത് ബാലകൃഷ്ണൻ നായർ, RJD നേതാവ് ശ്രേയംസ് കുമാർ എന്നിവരെയും സന്ദർശിച്ചു. ഈ കൂടിക്കാഴ്ചകൾ വെറുതെയല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ 12ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി BJP രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി തോട്ടത്തിൽ രവീന്ദ്രന്റെ വീട്ടിലെത്തിയത്. രവീന്ദ്രന്റെ സമയം ചോദിച്ച് ഉറപ്പാക്കിയിട്ടാണ് സുരേഷ് ഗോപി വീട്ടിലേക്ക് പോയതെന്ന് BJP നേതാക്കൾ പറയുന്നു. CPM BJP രാഷ്ട്രീയ പോര് ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സന്ദർശനം എന്നതാണ് ചർച്ചയാകുന്നത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയും നടന്നിട്ടില്ലെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം. അന്ന് അദ്ദേഹത്തിന് BJP ബന്ധം പോലുമില്ല. അക്കാലത്തെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ പ്രതിരോധമായി പറയുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപി നടത്തിയത് ഒരു സൗഹൃദ സന്ദർശനമല്ല. BJP-യുടെ കേന്ദ്ര നേതൃത്വം നടപ്പാക്കുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് രവീന്ദ്രനെ കണ്ടത്. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് സാധാരണയായി CPM നേതാക്കൾ നിന്നുകൊടുക്കാറില്ല. അത് അവരുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗം കൂടിയാണ്. 58 വർഷമായി CPM പ്രവർത്തകനായ തനിക്ക് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേക്കേറേണ്ട ആവശ്യമില്ലെന്ന് രവീന്ദ്രൻ പറയുന്നു. അത് ശരിയായിരിക്കാം. പക്ഷേ അടിമുടി CPM-കാരനായ ഒരാൾ ചെയ്യുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്തത്. BJP-യുടെ രാഷ്ട്രീയ പരിപാടിയായ ജനസമ്പർക്കവുമായി ഒരു നേതാവ് വരുമ്പോൾ അതിന് നിന്നുകൊടുക്കേണ്ട ബാധ്യത ഒരു CPM നേതാവിനുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. RJD നേതാവ് ശ്രേയംസ് കുമാർ സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലെയല്ല അത്. കമ്മ്യൂണിസ്റ്റ് ആദർശം പുലർത്തുന്ന ഒരാളുടെ വീട്ടിലേക്ക് BJP നേതാക്കൾ എത്തുന്നത് ദുരൂഹമെന്നാണ് ഒരു കൂട്ടർ വിമർശിക്കുന്നത്. പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് പാർട്ടിയെ തകർക്കാൻ നേതൃത്വം നൽകുന്ന BJP-യുടെ നേതാക്കളെ വീട്ടിൽ സ്വീകരിച്ചത് ശരിയായില്ലെന്നും CPM നേതാക്കൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവിനെ BJP ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ സൂചനയാണെന്ന പ്രതികരണങ്ങളാണ് പാർട്ടി ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ കാണാൻ കഴിയുന്നത്. ഇത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ നിന്നാണ് തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ച നിയമസഭയിലെത്തിയത്. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു. അടുത്തിടെയായി നിരവധി CPM നേതാക്കളാണ് BJP-യിൽ ചേർന്നത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. മുൻപ് കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന പാർട്ടിയാണ് CPM. അവരാണ് ഇപ്പോൾ സ്വന്തം പാളയത്തിലുള്ളവരുടെ BJP-യിലേക്കുള്ള പോക്ക് തടയാനാകാതെ വിഷമിക്കുന്നത്.